ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ഒക്ടോബർ 10-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ സൗത്ത് കൊറിയയും പിന്നീട് 14-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ജപ്പാനുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലിൻ്റെ താരങ്ങളായ റോഡ്രിഗോ, ഇഗോർ ജീസസ്, ഫാബ്രിസിയോ ബ്രൂണോ എന്നിവരെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതിൽ റോഡ്രിഗോയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹം ക്ലബിൽ ഒരുപാടൊന്നും കളിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ എല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നിലവിൽ നല്ല ഫിസിക്കൽ ഷേപ്പിലാണ് റോഡ്രിഗോ ഉള്ളത്. മുന്നേറ്റ നിരയിൽ എവിടെയും കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹം. തിരിച്ചെത്താൻ കഴിയുന്നതിൽ അദ്ദേഹം ഹാപ്പിയാണ്. ഇതാണ് റോഡ്രിഗോയെ കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, റയലിനകത്ത് വേണ്ടത്ര അവസരങ്ങൾ സാബി അദ്ദേഹത്തിന് നൽകുന്നില്ല. എന്നിരുന്നാൽ പോലും കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കുകയായിരുന്നു. ഇനി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന സ്ട്രൈക്കറാണ് ഇഗോർ ജീസസ്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്. കഴിഞ്ഞ റയൽ ബെറ്റിസിനെതിരെയുള്ള ഇഗോർ ജീസസിന്റെ മത്സരം ഞാൻ കണ്ടിരുന്നു. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. ഇത്തരത്തിൽ സവിശേഷതയുള്ള ഒരു താരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിന് ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ കയോ ജോർഹെ ആവാം, ചിലപ്പോൾ അത് ഫ്ലമംഗോയുടെ പെഡ്രോ ആവാം. മത്സരത്തിൽ നമ്മൾ നിയന്ത്രണം പിടിച്ചെടുക്കുമ്പോൾ മുന്നേറ്റത്തിൽ ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉള്ള താരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രതിരോധ നിരയിലെ താരമായ ഫാബ്രിസിയോ ബ്രൂണോയെ കുറിച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്. നിലവിൽ മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ റിബേറോ, ബ്രമർ എന്നിവർ പരിക്കിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെന്റർ ബാക്കിനെ ആവശ്യമാണ്. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ബൊളീവിയക്കെതിരെയുള്ള മത്സരം കളിച്ചത്. ആ മത്സരത്തിൽ അദ്ദേഹം നടത്തിയ പ്രകടനം എനിക്കിഷ്ടമായി. തീർച്ചയായും രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ ഫാബ്രിസിയോ ബ്രൂണോ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന താരമാണ് ഫാബ്രിസിയോ ബ്രൂണോ. ഏതായാലും ഈ സ്ക്വാഡിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.